ഹലോ, അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഏട്ടൻ്റെ വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് ഇത് രണ്ടാമത്തെ ദിവസം കേട്ടോ. അപ്പോൾ വെക്കേഷൻ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടേക്ക് ഒരാഴ്ചത്തേക്ക്, അതായത് തിങ്കളാഴ്ച വരെ ഏട്ടൻ നൈറ്റാണ്. അപ്പോൾ ഇപ്പോൾ സമയം ഇവിടെ 1:30 ആയിട്ടുണ്ട്. ചിലപ്പോൾ 5 മണി അല്ലെങ്കിൽ 6 മണിക്കായിരിക്കും പോകണ്ടാവുക കേട്ടോ. അപ്പോൾ നമുക്കിന്ന് എപ്പോഴും അറിയാമല്ലോ, നൈറ്റ് ഷിഫ്റ്റ് ആകുമ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊന്നും ഉണ്ടാക്കില്ല, ലഞ്ച് അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റ് ഒരു ചായയിലായിരിക്കും ഒതുക്കുന്നുണ്ടാവുക. നമ്മുടെ ലഞ്ച് പരിപാടിയിലോട്ടേക്ക് കിടക്കാം. ശരിക്കും ഈ വീഡിയോ ഒക്കെ ഉണ്ടല്ലോ ഒരു 1-2 ആഴ്ചയിലത്തെ പഴക്കമുണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ലേ ഏട്ടൻ്റെ വെക്കേഷൻ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസമാണെന്ന്. ഇന്ന് ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുന്ന ദിവസം, ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് പിറ്റേ ദിവസമായിരിക്കും. എഡിറ്റ് ചെയ്യുന്ന ദിവസം ഏട്ടൻ്റെ വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് 2, 3, 4, 5, 6, 7 അങ്ങനെ പല പല ദിവസങ്ങളൊക്കെ കടന്നു പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു വീഡിയോയുടെ കാര്യം ഞാൻ മറന്നുപോയി. കാരണം ഇത് ഞാൻ ഓൾറെഡി ഈ ഒരു കറി ഷോർട്സ് ആക്കിയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനിത് ലോങ് വീഡിയോ ആയിട്ട് ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ സാധനം മറന്നു പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ജെനുവിനായിട്ട് പറഞ്ഞാൽ എനിക്ക് വേറെ വീഡിയോസൊന്നും ഇടാനില്ലാതിരുന്നപ്പോൾ ഞാൻ എൻ്റെ ഗാലറി ഒന്ന് മുങ്ങിത്തപ്പി. ആ സമയത്താണ് ഒരു എഡിറ്റിങ്ങും ഒന്നുമില്ലാണ്ട് കിടക്കുന്ന ഈ ഒരു ക്ലിപ്പുകളൊക്കെ ഞാൻ കണ്ടത്. അപ്പോൾ പിന്നെ ഞാൻ ഇൻഷോട്ടിലാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. ഇൻഷോട്ട് ആപ്പ് നോക്കിക്കഴിഞ്ഞപ്പോൾ അതിൽ ഡ്രാഫ്റ്റിലും സംഭവങ്ങളൊന്നുമില്ല. യൂട്യൂബിൽ നോക്കിയപ്പോൾ ഞാനിത് പോസ്റ്റും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനങ്ങ് എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മളുടെ നാടൻ കറി, തനതായിട്ടുള്ള കറി എന്ന് പറയാം. മാങ്ങയും ഉണക്കച്ചെമ്മീനും ചക്കക്കുരും ഒക്കെ കറി വെച്ച് തേങ്ങ അരച്ചിട്ട് കറി വെക്കില്ലേ, അങ്ങനെ. ഈ ചക്കക്കുരു എവിടെ നിന്നാണെന്ന് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. കഴിഞ്ഞ ദിവസം നമുക്ക് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ നല്ല ചക്കക്കുരുവാണ്. ഞാനിതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കറിയില്ലേ, ഞാൻ ആദ്യമായിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു കറി ഞാൻ തനിയെ ഉണ്ടാക്കി കഴിക്കുന്നത്. വീട്ടിലൊക്കെ നമ്മൾ കഴിക്കാറുണ്ട്, അത് പപ്പയൊക്കെ ഉണ്ടാക്കലാണ് പതിവ്. ഞാൻ ഇങ്ങനത്തെ കറി ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. നമ്മൾ ഈ ഒരു 3 ഐറ്റംസും കൂടെ കുക്കറിലിട്ട് അടിക്കണോ അതോ സെപ്പറേറ്റ് ആണോ എങ്ങനെയാണെന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. പിന്നെ യൂട്യൂബ് നോക്കാൻ മടിയപ്പോൾ ഞാൻ വേഗം തന്നെ പപ്പേനെ വിളിച്ചു. അപ്പോൾ പപ്പ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻ്റെ ബേസിസിലാണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഉണക്കച്ചെമ്മീൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ നോക്കുമ്പോൾ നിറയുണ്ട്. പക്ഷെ ആ സാധനത്തിൻ്റെ തലയും വാലും നമ്മളങ്ങ് കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 കിലോ ഉള്ളത് എങ്ങനെയോ 1/2 കിലോ പോലും ഇല്ലാത്ത അവസ്ഥയിലോട്ടേക്ക് എത്തും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു പാക്കറ്റ്, അത് എത്രേൻ്റെയെന്ന് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ, ആ പാക്കറ്റിൻ്റെ പകുതിയാണ് ഞാൻ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ തലയും വാലും ഒക്കെ കളഞ്ഞപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ കറിയിലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ സ്വാദ് പോലും ഇല്ലാത്തൊരവസ്ഥയിലെത്തും. അതുകൊണ്ട് ഞാൻ ആ പാക്കറ്റ് മുഴുവൻ ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് അതൊന്ന് കഴുകി, ചിലപ്പം എന്തെങ്കിലും മണ്ണോ കരടോ എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് കഴുകിയിട്ട് കുറച്ച് നേരം ഒന്ന് വാരാൻ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ മീൻസ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടല്ല, വെറുതെ ഒരു ചട്ടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ ഏട്ടൻ ചായ ഇടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. സൈഡിൽ ഇത് ഇടത്തെ കൈ കൊണ്ട് അവിടെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് ചെമ്മീനാണ് കേട്ടോ. പിന്നെ ഞാൻ ചക്കക്കുരു നന്നാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഫസ്റ്റൊക്കെ ചക്കക്കുരു നന്നാക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ബ്രൗൺ കോട്ടിങ് കളയുമായിരുന്നല്ലോ. പിന്നെ ഇങ്ങനെ കാലങ്ങൾ കഴിയും തോറും അന്ന് ചെയ്തത്, പണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന തെറ്റെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും ഇപ്പം ശരിയാണെന്ന് പറയുന്നു. പണ്ട് ശരിയാണെന്ന് പറയുന്ന പല കാര്യങ്ങളും ഇപ്പം അത് തെറ്റാണ്, അങ്ങനെ ചെയ്യരുത്, ആരോഗ്യത്തിന് കേടാണെന്നൊക്കെ പറയുന്നു. അപ്പം ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നും നമുക്കറിയില്ല. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ കറി വെക്കുന്ന സമയത്ത് ചക്കക്കുരുവിൻ്റെ ആ ഒരു ബ്രൗൺ കളർ കോട്ടിങ് കളഞ്ഞിട്ടാണ് വെക്കാറ്. പക്ഷെ പിന്നെ കുറേ പഠനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ക്യാൻസറിനെ അതിജീവിക്കാൻ നല്ലതാണെന്ന്. അതുകൊണ്ട് ഞാൻ എന്തായാലും അത് കളയുന്നില്ല. പിന്നെ നമുക്ക് പണി എളുപ്പം അതാണ്, അല്ലെങ്കിൽ അത് ചുരണ്ടി കുറേ സമയം കളയും. അപ്പോൾ ഞാൻ എങ്ങനെ വെച്ചാൽ കുക്കറിലോട്ടേക്ക് നമ്മൾ ചക്കക്കുരും ജസ്റ്റ് ഒന്ന് വറുത്ത് വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു പകുതി സവാള നൈസാക്കി, ഞാനിപ്പോൾ മാക്സിമം സവാളയൊക്കെ കുറച്ച്, ഒരു സവാളയൊന്നും ഇടാറില്ല, പകുതിയൊക്കെ ഇടാറുള്ളൂ. കാരണം ഇവിടെ അത്യാവശ്യം വലിപ്പമുള്ള സവാളയാണ് കിട്ടാറ്. നാട്ടിലെ പോലെ ചെറിയതല്ല. നാട്ടിൽ വലുതും കിട്ടും, പക്ഷെ നമ്മൾ നാട്ടിൽ മേടിക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ ചെറുതാണ് കിട്ടാറുള്ളത്. ഇത് കുറച്ചും കൂടെ വലിപ്പം ഉള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും പകുതി സവാളയാണ്. പിന്നെ ഞാൻ ചതച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് ഇഞ്ചിയും
വെളുത്തുള്ളിയാണ് കേട്ടോ. അപ്പം സൈഡിൽ ഇട്ട ചായ ഇങ്ങനെ ഊതി ഊതി കുടിച്ചുകൊണ്ടിരിക്കുവാണ്. ഹറിബറി എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് കുറച്ച് തിരക്ക് കൂടുതലായിരുന്നു. കാരണം ഈ ഒരു കറി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ പ്രോസസ്സും സ്റ്റെപ്പും ഒക്കെ കൂടുതലുള്ള കറിയല്ലേ, കുറച്ചും കൂടെ ടൈം കൺസ്യൂമിങ് ആണല്ലോ ഇങ്ങനെ തേങ്ങ അരച്ചിട്ടൊക്കെ കറി വെക്കുന്നത്. പിന്നെ സൈഡിൽ ഏട്ടൻ്റെ വീട്ടിൽ നിന്നും കൂടെ വിളിക്കേണ്ടായിരുന്നു. അപ്പോൾ അവരോട് സംസാരിച്ചും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇന്ന് കുറച്ച് തിരക്കായിരുന്നു ഈ ഒരു ദിവസം. പിന്നെ അതിലേക്ക് ഇതേ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് വെള്ളം, പിന്നെ പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു വിസിൽ കേൾപ്പിച്ചപ്പോഴത്തേക്കും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കുക്കറിൽ നിന്ന് മാറ്റുന്നതേ, നമുക്കൊരു കുക്കറല്ലേ ഉള്ളൂ. ഇനിയിപ്പം അതിൽ ചോറും കൂടെ നമുക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഇനിയിപ്പം ഞാൻ അതിലേക്ക് മീഡിയം സൈസ് ആക്കിയിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മളുടെ മാങ്ങ, 2 മാങ്ങ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല പച്ച മാങ്ങയായിരുന്നു. അന്ന് നമ്മൾ മാങ്ങക്കറി ഉണ്ടാക്കിയപ്പം ഒരെണ്ണം പഴുത്തതായിരുന്നല്ലോ. ഇത് രണ്ടും നല്ല പച്ച പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അത് അവിടെ കിടന്ന് വെന്തോട്ടെ. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ, വേഗമേ കറി ഇതാ. ഇനി എന്താ പറയുക, പക്ഷെ കുറച്ച് പ്രോസസ്സ് ഉണ്ട്. നമ്മളിപ്പം എനിക്കിത് കുറച്ച് ടഫായിട്ട് തോന്നുന്നത്, ഞാൻ യൂഷ്വലി കുറച്ചും കൂടെ എളുപ്പപ്പണിയിൽ കാര്യങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാര്യങ്ങളെല്ലാം വേണം, പക്ഷേ സ്മാർട്ട് വർക്ക് ചൂസ് ചെയ്യുന്ന ആളാണ് ഹാർഡ് വർക്കിനെക്കാട്ടിലും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് എനിക്ക് ഇച്ചിരി ഹാർഡ് വർക്കുള്ള പണിയായിരുന്നു കേട്ടോ. അപ്പോൾ തിരക്ക് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പം ഏട്ടൻ ബീറ്റ്റൂട്ട് അവിടെ അരിയുണ്ട്. ഞാൻ അപ്പോഴത്തേക്കും തേങ്ങേൻ്റെ അരപ്പൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മളത് അതിലേക്ക് ഒഴിച്ചിട്ട് ഈ തേങ്ങയുടെ ഒരു പച്ച ചൊക ഉണ്ടാവില്ല, അതൊന്ന് പോകാൻ വേണ്ടിയിട്ടൊരു 3 to 5 മിനിറ്റ് ഞാനൊന്ന് തിളച്ച്, അങ്ങനെ എന്താ പറയുക, ഒരുപാട് തിളപ്പിക്കാനല്ല, ഒന്ന് സിമ്മിലിട്ടിട്ട് ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ പച്ചമണം മാറിയിട്ടുണ്ടായിരിക്കും. പിന്നെ നമുക്ക് നമ്മുടെ കടുക് ഒന്ന് താളിച്ചൊഴിക്കണം. അങ്ങനെ പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കുന്നുണ്ട്. പിന്നെ കറി ടേസ്റ്റ് ചെയ്തപ്പം എരിവ് കുറവായിരുന്നു. ലുക്ക് നോക്കിയപ്പം മഞ്ഞപ്പൊടിയും കുറച്ച് കുറവായിട്ട് എനിക്ക് തോന്നി. അപ്പം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗ്യാസ് ഓൺ ചെയ്തിട്ട് പൊടി ഇടരുത്, കരിഞ്ഞു പോകും. അപ്പോൾ അത് അങ്ങനെ അതൊക്കെ കൂടെ ഒന്ന് ഇളക്കി നമ്മളുടെ കറിയിലോട്ടേക്ക് ഒഴിച്ചിട്ട് അടച്ചേ വെക്കുകയാണ് കേട്ടോ. ഇങ്ങനെ പറയണേ കേൾക്കാം, നമ്മൾ കടുകൊക്കെ പൊട്ടിച്ച് കഴിയുമ്പം അപ്പോഴേ തന്നെ പാത്രം അടയ്ക്കുക. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പാത്രം തുറക്കാവൂന്ന്. അപ്പോഴാണ് ആ ഒരു മണവും എല്ലാം കൂടെ അതിലേക്ക് പിടിക്കുമെന്ന് പറയണേ കേൾക്കാം കേട്ടോ. ഇതിപ്പോൾ നമ്മളുടെ ബീറ്റ്റൂട്ട് തോരന് വേണ്ടിയിട്ടാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് പകുതി സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബീറ്റ്റൂട്ട് ഇട്ട് കുറച്ച് വേപ്പിലയും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് അങ്ങ് ഇളക്കും. സവാള ഞാൻ സെപ്പറേറ്റ് ഒന്നും വഴറ്റാറില്ല. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ആ കറിക്ക് തേങ്ങ അരച്ചിട്ടുള്ള കറിയാണല്ലോ, ഇനിയിപ്പം എക്സ്ട്രാ പിന്നെയും തേങ്ങ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനിതിലേക്ക് തേങ്ങ ആഡ് ചെയ്തില്ല. പക്ഷേ ഈ നീളത്തിൽ അരിഞ്ഞിട്ട് കറി വെച്ചപ്പോൾ വലിയ ടേസ്റ്റ് ഇല്ല. പണ്ടൊക്കെ ഞാൻ വിചാരിക്കുമായിരുന്നു വയറ്റിലോട്ടല്ലേ പോണേ, എങ്ങനെ കട്ട് ചെയ്താലും പ്രശ്നമില്ല എന്ന്. പക്ഷേ എല്ലാത്തിലും ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഈവൻ നമ്മൾ പല കറികളിലും പല രീതിയിലാണ് സവാള കട്ട് ചെയ്യുന്നത്. ആ കട്ട് ചെയ്യുന്നതിലും വലിയ എന്താ പറയുക, കട്ട് ചെയ്യുന്നതിൽ തന്നെ കറീൻ്റെ സ്വാദിൽ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. ഇതെനിക്കങ്ങ് പിടിച്ചില്ല. അപ്പോൾ അതേ നമ്മൾ കുക്കറിൻ്റെ സംഭവങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നല്ലോ, അത് ക്ലീൻ ചെയ്തിട്ട് നമ്മൾക്ക് ചോറ് വെക്കണം. ഇനിയിപ്പം ഇത് 15 വിസിൽ, നമ്മുടെ കുക്കർ ചെറുതായതുകൊണ്ടും അതിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ ഇടുന്ന അരി കുറവായതുകൊണ്ടുമാണ് കേട്ടോ. നമുക്കൊരു 15 വിസിൽ കേൾപ്പിക്കുമ്പോഴാണ് നമ്മളുടെ പാകത്തിനാവുന്നത്. അപ്പോൾ അതേ നമ്മളുടെ ബീറ്റ്റൂട്ട് തോരൻ അവിടെ റെഡി ആയിട്ടുണ്ട്. തോരനല്ല, ഉപ്പേരി, പിന്നെ അപ്പാളം. ഞാനിതിന് ശ്രീലങ്കൻ പപ്പടം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എൻ്റെ ഫ്രണ്ടാണ് പറഞ്ഞത് അപ്പാളമാണെന്ന്. പക്ഷേ എനിക്ക് ശ്രീലങ്കക്കാരും യൂസ് ആക്കുന്നത് ഈ ഒരു സെയിം കൈൻഡ് പപ്പടമാണ് കേട്ടോ. എനിക്കൊരു ശ്രീലങ്കൻ ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ അവൾ യൂസ് ചെയ്യണതും ഈ ഒരു സംഭവം തന്നെയാണ്. അവരെന്താ അതിന് പറയണതെന്ന് അറിയില്ല. അപ്പം ഇതിനെ നമ്മൾ അപ്പാളം എന്നാണ് പറയണതെന്ന് എനിക്ക് അവൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ വറുത്തു. ഇതാണെങ്കിൽ നിറയെ ഉണ്ട്, വറുത്തിട്ടും തീരണില്ല. ഒരു വലിയ പാക്കറ്റ് എന്തുവാണ് ഞാൻ വാങ്ങിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതേ കറി കണ്ടോ, നല്ല കൊഴുപ്പിൽ നല്ല സെറ്റായിട്ട് കറിയൊക്കെ വന്നിട്ടുണ്ട്. ബീറ്റ്റൂട്ട് തോരൻ, ബീറ്റ്റൂട്ട് ഉപ്പേരി ആയിട്ടുണ്ട്, പപ്പടം ആയിട്ടുണ്ട്, അച്ചാറുണ്ട്, ചോറും ആയിട്ടുണ്ട്. ആദ്യം ഇപ്പം കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് കൗണ്ടർ ടോപ്പിൽ കൊണ്ടുവന്ന് വെച്ചത്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഇപ്പം കഴിക്കണ്ട, കുളിച്ചിട്ട് കഴിക്കാം. ഞാനും വിചാരിച്ചു ഉണ്ടിട്ട് കുളിക്കുന്നവനെ കണ്ടാൽ കുളിക്കണം എന്നാണല്ലോ പറയുക. ആ ഒരു ചൊല്ല് ഇനിയിപ്പോൾ നമ്മളായിട്ട് അങ്ങ് തെറ്റിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഏട്ടൻ ഞാൻ തേക്കുന്ന സമയം കൊണ്ട് കുളിക്കാൻ പോയിട്ടുണ്ട്. ഇനിയിപ്പം ഏട്ടൻ പോയി. അതെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഏട്ടൻ ബസ് വിടാൻ വേണ്ടിയിട്ട് 5 മിനിറ്റ് സമയം ഉള്ളപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വെപ്രാളത്തിനിടയ്ക്ക് ഞാൻ ഇനി ക്യാമറയും കൊണ്ട് വന്ന് ചെന്നാൽ എനിക്ക് ഏട്ടൻ്റെ നിന്ന് ചീത്തയേക്കും. അതുകൊണ്ട് ഞാൻ പിന്നെ റിസ്ക് എടുത്തില്ല, സമയം ഉണ്ടാവില്ല താനും നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ഏട്ടനൊക്കെ പറഞ്ഞ് വിട്ടിട്ടാണ് ഞാൻ പിന്നെ ചെയ്യുന്നത്. ഒരു കൂമ്പാരം പാത്രം ആ സിങ്കിൽ കിടക്കുന്നുണ്ട്. ഞാൻ പറയാറുണ്ടല്ലോ, പൊതുവേ എനിക്ക് ഇങ്ങനെ സിങ്കിൽ പാത്രങ്ങൾ കൂട്ടിയിടുന്നത് കാണുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. എനിക്ക് അപ്പോഴേ തന്നെ കഴുകണം. എൻ്റെ അപ്പനൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ, എന്തെങ്കിലും ഒരു കറി വെച്ച് കഴിഞ്ഞാൽ സിങ്കിലേക്ക് പാത്രം വെള്ളം ഒഴിച്ചിടും, അത് കുതിരട്ടെ എന്ന് പറഞ്ഞിട്ട്. എനിക്ക് പക്ഷെ ഒരു ഇച്ചിരി നേരം തേച്ച് വരച്ച്
കഴിഞ്ഞാലും അതിന് ചിലപ്പോൾ നമ്മൾ എഫേർട്ട് എടുക്കേണ്ടി വരും. എന്നാലും എനിക്ക് അപ്പോഴേ തന്നെ ആ സംഭവം അങ്ങ് കഴുകി മാറ്റി വെക്കുന്നതാണ് എനിക്കിഷ്ടം. കുന്നുകൂടി ഇടുമ്പം എനിക്ക് കാണാൻ ഇഷ്ടമല്ല. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മളുടെ ആ ഒരു കുഞ്ഞി സിങ്ക അതിൽ പാത്രങ്ങൾ ഇങ്ങനെ നിറഞ്ഞു കിടക്കുമ്പം അയ്യോ ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ടല്ലോ എന്നുള്ള ഒരു ഇതാ വരുന്നത്. അപ്പോൾ അതേസമയം നമ്മളിപ്പം ഒരു സ്പൂൺ നമ്മൾ യൂസാക്കി ആ സ്പൂൺ അപ്പോഴേ തന്നെ നമ്മൾ കഴുകി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് അത്ര വലിയ പണിയൊന്നുമില്ല. അപ്പോൾ ആ ഒരു കുക്ക് ചെയ്യണതിൻ്റെ കൂട്ടത്തിലേ തന്നെ യൂസാക്കുന്ന പാത്രങ്ങൾ അപ്പോഴേ തന്നെ കഴുകി പോയി കഴിഞ്ഞാൽ നമ്മളുടെ പണി വേഗം തീരും. കുന്നുകൂട്ടി ഇടുമ്പോഴാണ് നമ്മൾക്ക് മനസ്സ് തന്നെ മടുത്തു പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഗ്യാസിൻ്റെ സ്റ്റവും നല്ല രീതിക്ക് എന്തോ അലമ്പായിട്ടുണ്ട്. ഏട്ടൻ്റെ ചായയാണെന്ന് തോന്നുന്നു അവിടെ കരിഞ്ഞുണങ്ങിയിരിക്കുന്നത്. ഏട്ടൻ എന്ന് ചായ വെച്ചാൽ ഇതുപോലെ നിറഞ്ഞു തുളുവി പോകും. അപ്പോൾ ഞാൻ തുണി വെച്ച് തുടച്ചിട്ട് സാധനം പോകുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് ഡീപ്പ് ക്ലീൻ ബേക്കിംഗ് സോഡയൊക്കെ വെച്ചിട്ട് നമ്മളുടെ സ്റ്റൗ കഴുകിയിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ഞാനിങ്ങനെ നമ്മളുടെ ബേക്കിംഗ് സോഡ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ കെമിക്കൽ റിയാക്ഷനൊക്കെ സംഭവിച്ചിട്ട് ഇങ്ങനെ ഒരു ഗുളുഗുളു ശബ്ദമൊക്കെ കേൾക്കും. എന്തായാലും എടുത്തതല്ലേ, സിങ്കിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ബേക്കിംഗ് സോഡയും കുറച്ച് വിനാഗിരിയും കൂടെ ഞാൻ സിങ്കിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. വിനാഗിരി ഞാൻ ഇവിടെ കൊടുക്കുന്നത് ആ ഒരു മണം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സിങ്കിലെ മണവും കാര്യങ്ങളൊക്കെ പോയിക്കോളും. കാരണം നമ്മൾ ചിക്കനും മീനും എല്ലാം ആ ഒരു സിങ്കിൽ അവിടെ തന്നെയില്ലേ ആ കഴുകുന്ന വെള്ളം നമ്മൾ ഒഴിക്കുന്നത്. ഇപ്പോൾ പുറത്ത് നാട്ടിലാണെങ്കിൽ നമുക്ക് വെളിയിൽ കൊണ്ടേ കാട്ടിക്കളയും. ഇവിടെ നമുക്ക് അങ്ങനെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അവിടെ തന്നെയല്ലേ കളയണേ. അപ്പോൾ ചിലപ്പോൾ സ്മെല്ലൊക്കെ ഉണ്ടാവും. ആ വിനാഗിരി ഒഴിക്കുമ്പോൾ നമുക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ അതേ ഞാൻ ഇന്നുണ്ടല്ലോ ആ ഒരു കറുത്ത കളർ സാധനം പോകുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ മറ്റേ പാത്രം കഴുകുന്ന സ്ക്രബ്ബർ വെച്ചിട്ടാണ് ഉരയ്ക്കുന്നത്. പക്ഷെ ആരും അത് ചെയ്യേണ്ട കേട്ടോ. ആ ഒരു പാട് വീഴും, പിന്നെ അത് പോവില്ല. എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറ്റുന്ന ഒരു ബ്രഷ് ഞാൻ വാങ്ങിച്ചിട്ടില്ല, ഇനി വാങ്ങിക്കണം. അപ്പോൾ പിന്നെ ഒരു ഫൈനൽ ടച്ചപ്പായിട്ട് നമ്മൾ ടിഷ്യൂ വെച്ചിട്ടൊന്ന് തുടയ്ക്കുന്നുണ്ട്. ബാക്കി തുണിയൊക്കെ നനഞ്ഞ് കിടക്കുകയാണ്. പിന്നെ ഇതേ ഞാൻ പറയാറുണ്ടല്ലോ, കുഞ്ഞടുക്കള ആയതുകൊണ്ട് ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ കിച്ചൻ്റെ തറ നല്ലപോലെ അഴുക്കായിട്ടുണ്ടാവും. നമ്മൾ പ്രത്യേകിച്ചും കടുകൊക്കെ താളിച്ചൊഴിക്കുന്നതാണെങ്കിൽ അത് പൊട്ടിയിട്ട് മിക്കതും പകുതിയിലധികം തറയിലേക്കായിരിക്കും വീണിട്ടുണ്ടാവുക. പിന്നെ നമ്മൾ അവിടെ ചവിട്ടി നിൽക്കുമ്പോൾ പിന്നെയും അവിടെ ചെളിയേക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അടുക്കള എനിക്കത് എപ്പോഴും വൃത്തികേടായിട്ട് കിടക്കും. നമ്മൾ എത്രയൊക്കെ ക്ലീൻ ചെയ്യാൻ നോക്കിയാൽ അതുകൊണ്ട് ഓരോ തവണ കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അടിക്കേണ്ട അവസ്ഥയാണ് കേട്ടോ. 2 അല്ലെങ്കിൽ ഒരു ദിവസം ഞാൻ അടിക്കാതിരുന്നു കഴിഞ്ഞാൽ തറ വൃത്തികേടാവും. പിന്നെ നമ്മളുടെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പും ഒന്നൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ സാധാ പണികളെ രാത്രിയിലത്തേക്കുള്ള എന്തെങ്കിലും ഭക്ഷണങ്ങളൊക്കെയാണ് ഉണ്ടാവുക. പിന്നെ നമുക്ക് കറിയൊക്കെ ബാക്കിയുണ്ടെന്ന് തോന്നുന്നു. നമ്മളിന്ന് ഞാൻ പറഞ്ഞില്ലേ 2 മാങ്ങയൊക്കെ വെച്ചിട്ടാണ് നമ്മളിന്ന് ആ കറി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം എൻ്റെ കാൽക്കുലേഷനിൽ ഇന്നത്തേക്കും നാളത്തേക്കും ഒരു 3 ദിവസത്തേക്കുള്ള കറിയാണ് ഞാൻ വെക്കുക. അപ്പം അങ്ങനെ തേങ്ങ അരച്ചിട്ടുള്ള വല്ല കറികളും അല്ലെങ്കിൽ മീൻ കറിയൊക്കെ ആകുമ്പം അങ്ങനെ തന്നെ എന്താ പറയുക, കുറച്ചും കൂടെ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് ഒരു 2-3 ദിവസത്തേക്കെന്നുള്ള രീതിക്കാണ് കേട്ടോ ഞാനും എപ്പോഴും വെക്കാറുള്ളത്. നമ്മളുടെ പണി എളുപ്പമായിരിക്കുമല്ലോ. അപ്പം നോക്കിയപ്പോൾ ബീട്രൂട്ട് തോരന് നമുക്ക് ബാക്കിയുണ്ട്, ചോറും കുറച്ച് ബാക്കിയുണ്ട്. അപ്പം നാളെ എന്തായാലും എനിക്ക് സുഖമായി. നാളെ വൈകി എഴുന്നേറ്റാൽ മതി, കുറച്ച് ചോറ് മാത്രം വെച്ചാൽ മതി. 2 ഒഴിച്ചു കൂട്ടാനും ഉണ്ട്, ഉപ്പേരിയും ഉണ്ട്. ഇനിയിപ്പം നാളെ കുറച്ച് ചോറും പപ്പടവും മാത്രം വറുത്താൽ മതി. അതുകൊണ്ട് അപ്പം നാളത്തെ കാര്യം എളുപ്പമായി. പിന്നെ നമുക്ക് കണ്ടെയ്നർ ബോക്സൊക്കെ നമുക്ക് വളരെ കുറവാണ്. അതുകൊണ്ട് ഞാൻ ആ ഒരു സെയിം പാനിൽ തന്നെയാണ് കേട്ടോ ഫ്രിഡ്ജിലോട്ടേക്ക് വെക്കുന്നത്. പിന്നെ ഫ്രിഡ്ജ് വേറെ സാധനങ്ങൾ ഒക്കെ വെച്ച് നമ്മളങ്ങനെ സ്റ്റോർ ചെയ്യാത്തത് കൊണ്ട് അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം കണ്ടെയ്നർ ബോക്സൊക്കെ പയ്യെ മേടിക്കണം. ഇങ്ങനെ പാനേപ്പാടി തന്നെ മേടിക്കുമ്പോൾ കറണ്ട് കാശൊക്കെ കൂടും എന്നറിയാം. പക്ഷെ നമുക്ക് വേറെ ഓപ്ഷനില്ല, നമ്മൾ വാങ്ങിച്ചിട്ടില്ല. ഓരോന്നുണ്ടെങ്കിൽ പയ്യെ ഇങ്ങനെ ഓരോരോ വിഷ് ലിസ്റ്റിലും കാട്ടിലൊക്കെ ഓരോ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. പയ്യെ അതൊക്കെ വാങ്ങിക്കണം. പിന്നെ ചോറും ഉണ്ടായിരുന്നു, അങ്ങനെ അതൊക്കെ കൂടെ ഫ്രിഡ്ജിൽ കയറ്റി വെക്കട്ടെ. അതിപ്പോൾ കഴിഞ്ഞു.